ന്യായാധിപന്മാർ 19 അധ്യായം 7 മുതൽ 12 വരെ തിരുവചനങ്ങൾ. പരക്കുമോർ. അവൻ പോകേണ്ടതിന് എഴുന്നേറ്റപ്പോൾ അവൻ്റെ അമ്മാവിയപ്പൻ അവനെ നിർബന്ധിച്ചു. ആ രാത്രിയും അവൻ അവിടെ പാർത്തു. 5-ാം ദിവസം അവൻ പോകുവാൻ അതികാലത്ത് എഴുന്നേറ്റപ്പോൾ യുവതിയുടെ പിതാവ്, അല്പം വല്ലതും കഴിച്ചിട്ട് വെയിലാറും വരെ താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. പിന്നെ അവനും അവൻ്റെ വെപ്പാട്ടിയും ബാല്യക്കാരനും എഴുന്നേറ്റപ്പോൾ യുവതിയുടെ പിതാവായ അവൻ്റെ അമ്മാവിയപ്പൻ അവനോട്, ഇതാ നേരം അസ്തമിക്കാറായി, ഈ രാത്രിയും താമസിക്കാം. നേരം വൈകിയല്ലോ, പാർത്ത് സുഖിക്കാം. നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നാൽ അന്നും പാർപ്പാൻ മനസ്സില്ലാതെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു. യെരൂശലേം എന്ന യെബൂസിന് സമീപമെത്തി. കോപ്പിട്ട 2 കഴുതയും അവൻ്റെ വെപ്പാട്ടിയും അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ യെബൂസിന് സമീപം എത്തിയപ്പോൾ നേരം നന്നാ വൈകിയിരുന്നു. ബാല്യക്കാരൻ യജമാനനോട്, നാം ഈ യെബൂസ്യ നഗരത്തിൽ കയറി പാർക്കരുതോ എന്ന് ചോദിച്ചു. യജമാനൻ അവനോട്, ഇസ്രായേൽ മക്കളില്ലാത്ത ഈ അന്യനഗരത്തിൽ നാം കയറരുത്, നമുക്ക് ഗിബെയയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. കർത്താവേ, മനുഷ്യരുടെ മുമ്പാകെ ഞങ്ങൾ നിന്നെ ഏറ്റുപറഞ്ഞതുകൊണ്ട് നിന്റെ പിതാവിൻ്റെ മുമ്പാകെ ഞങ്ങളെ നീ ഏറ്റുപറയണമേ. ആമേൻ.